JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ JKR അക്കാഡമി വഴി ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കൊല്ലത്ത് ഉള്ള എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നെ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് വിളിക്കുകയും, അതായത് അദ്ദേഹം ധാരാളം ടെസ്റ്റുകൾ എഴുതിയെങ്കിൽ ഇതേവരെ റാങ്ക് ലിസ്റ്റ് എത്തിച്ചേരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി സാറിനെ ഞാൻ ഫോളോ ചെയ്യുകയാണ്, സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിലൂടെ എനിക്ക് റാങ്ക് ലിസ്റ്റ് എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന് എനിക്കൊരു സാധിക്കുക എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ സാറിനെ ഫോളോ ചെയ്യുകയാണ് എന്ന് എന്നോട് പറയുകയും, അങ്ങനെ ഞാൻ ആ സ്റ്റുഡൻറ്റിനോട് എന്നെ ഫോളോ ചെയ്തു, നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എന്താണെങ്കിലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആ സ്റ്റുഡൻറ്റ് എന്നെ വിളിക്കുകയും, ഞാൻ റാങ്ക് ലിസ്റ്റ് എത്തിച്ചേർന്നുണ്ട് സാറേ, എനിക്ക് അടുത്ത ദിവസം ഇൻ്റർവ്യൂ ആണ്, ആ ഇൻ്റർവ്യൂ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ കുറച്ച് ദിവസം കൂടെ ചിലപ്പോൾ നീട്ടി വെക്കുമായിരിക്കും, എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് ഡിസ്കസ് ചെയ്യുകയും, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്റ്റുഡൻറ്റ് ഇത് റാങ്ക് ലിസ്റ്റ് എത്തിച്ചേരാൻ സാധിച്ചത് എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ ധാരാളം സ്റ്റുഡൻറ്റുകൾ റാങ്ക് ലിസ്റ്റ് എത്തിച്ചേർന്ന ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, LD ടൈപ്പിസ്റ്റിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ സിലബസ് വൈസ് ക്ലാസ്സുകളാണ് ഞാൻ കൃത്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിനകത്ത് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം ക്രോഡീകരിച്ചുള്ള ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും നമുക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു പഠന രീതി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക. ഇന്ന് വരെ പഠിക്കാൻ ആരെങ്കിലും തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. LD ടൈപ്പിസ്റ്റിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനിൽ MS Excel പാർട്ട് 4 ആണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. MS Excel ആണ് സ്പ്രെഡ്ഷീറ്റ്. ഇന്നലെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചു MS Excel അല്ല സ്പ്രെഡ്ഷീറ്റ് എന്താണെന്ന് ചോദിച്ചു. സ്പ്രെഡ്ഷീറ്റ് ആണ് തന്നെയാണ് MS Excel എന്ന് ചോദിച്ചത്. അതായത് ഈ 3 ക്ലാസ്സുകളും സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പല ഉദ്യോഗാർത്ഥികളും കാണണം, അത് MS Excel തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള MS Excel 2007 തന്നെയാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ സിലബസിൽ ഇല്ല എന്ന് വിചാരിക്കുക. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ MS Excel തന്നെയാണ്. അതുപോലെ തന്നെ പവർ പോയിന്റ് ഇമേജ് എഡിറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ എന്നാണ് ഞാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പവർ പോയിന്റ് അല്ല എന്ന് വിചാരിച്ചത് കാണാതിരിക്കുന്നത്, അതും പവർ പോയിന്റ് തന്നെയാണ്, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങൾക്ക് ഈ LD ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ക്ലർക്ക് ടൈപ്പിസ്റ്റ് അതുപോലെയുള്ള എല്ലാ ടെസ്റ്റുകൾക്കും ഉള്ള ആവശ്യമായ സിലബസ് വൈസ് ക്ലാസ്സുകൾ മാത്രമാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് എല്ലാവരും കാണണം. നമുക്ക് എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോരാടാം. നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് തരിക. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ വരുന്ന എക്സാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇൻ ദ ഗിവൺ റേഞ്ച്? വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇൻ ദ ഗിവൺ റേഞ്ച്? അതായത് തന്നിരിക്കുന്ന ശ്രേണിയിൽ ഏറ്റവും കുറഞ്ഞ മൂല്യം കണ്ടെത്താൻ ഏത് കമാൻഡ് ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇൻ ദ ഗിവൺ റേഞ്ച്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മിനിമം സിമ്പല്, അതുപോലെ തന്നെ ഓപ്ഷൻ ബി മാക്സിമം സിമ്പല്, ഓപ്ഷൻ സി സം സിമ്പല്, ഓപ്ഷൻ ഡി ആവറേജ് സിമ്പല്. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇൻ ദ ഗിവൺ റേഞ്ച്? ഓപ്ഷൻ എ ആണ് ആൻസർ, മിനിമം സിമ്പല്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ വാല്യൂ ഇൻ ദ ഗിവൺ റേഞ്ച്? വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ വാല്യൂ ഇൻ ദ ഗിവൺ റേഞ്ച്? അതായത് തന്നിരിക്കുന്ന ശ്രേണിയിലെ മൊത്തം മൂല്യം കണ്ടെത്താൻ ഏത് കമാൻഡ് ഉപയോഗിക്കുന്നു? തന്നിരിക്കുന്ന ശ്രേണിയിലെ മൊത്തം മൂല്യം കണ്ടെത്താൻ ഏത് കമാൻഡ് ഉപയോഗിക്കുന്നു? വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ വാല്യൂ ഇൻ ദ ഗിവൺ റേഞ്ച്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കൗണ്ട് സിമ്പല്,
ഓപ്ഷൻ ബി മാക്സ് സിമ്പിള്, മാക്സിമത്തിന്റെ സിമ്പിള്. ഓപ്ഷൻ സി സമ്മിന്റെ സിമ്പിള്. ഓപ്ഷൻ ഡി ഈഫ് സിമ്പിള്. ഏതാണ്? വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ വാല്യൂ ഇൻ ദ ഗിവൺ റേഞ്ച്? ഓപ്ഷൻ സി ആണ് ആൻസർ, സിമ്പിള്. അടുത്ത ക്വസ്റ്റ്യൻ, which symbol in Excel indicates the content in the cell is a formula? Which symbol in Excel indicates the content in the cell is a formula? അതായത് സെല്ലിലെ ഉള്ളടക്കം ഒരു സമവാക്യമാണെന്ന് എക്സലിലെ ഏത് ചിഹ്നമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സമത്തിന്റെ സിമ്പിൾ ആണോ? ഓപ്ഷൻ ബിയിലെ സിമ്പിൾ ആണോ? അതുപോലെ തന്നെ ഓപ്ഷൻ സി @ സിമ്പിൾ ആണോ? ഓപ്ഷൻ ഡിയിലെ സിമ്പിൾ ആണോ? ഏതാണ്? വിച്ച് സിമ്പിൾ ഈസ് ഇൻ എക്സൽ ഇൻഡിക്കേറ്റ്സ് ദ കണ്ടന്റ് ഇൻ ദ സെൽ ഈസ് എ ഫോർമുല? ഓപ്ഷൻ എ സിമ്പിൾ ആണ് അത് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഓട്ടോഫിൽ കമാൻഡ്? ഓട്ടോഫിൽ കമാൻഡ് അതായത് യാന്ത്രിക പൂരിപ്പിക്കൽ, അതായത് ഓട്ടോഫിൽ കമാൻഡിന്റെ ഉപയോഗം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫിൽ അഡ്ജസന്റ് സെൽസ് വിത്ത് ഹാഷ്. ഓപ്ഷൻ ബി ഫിൽ അഡ്ജസന്റ് സെൽസ് വിത്ത് സീറോസ്. ഓപ്ഷൻ സി ഫിൽ അഡ്ജസന്റ് സെൽസ് വിത്ത് കളർ ഗീവൺ. ഓപ്ഷൻ ഡി ക്വിക്ലി ഫിൽ അഡ്ജസന്റ് സെൽസ് വിത്ത് റിലേറ്റഡ് ഡേറ്റാസ്. ഏതാണ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഓട്ടോഫിൽ കമാൻഡ്? ഓട്ടോഫിൽ കമാൻഡിന്റെ ഉപയോഗം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ക്വിക്ലി ഫിൽ അഡ്ജസന്റ് സെൽസ് വിത്ത് റിലേറ്റഡ് ഡേറ്റാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഗ്രൂപ്പ് ദ ഇൻസേർട്ട് ഫംഗ്ഷൻ FX ബട്ടൺ അപ്പിയർ? ഇൻ വിച്ച് ഗ്രൂപ്പ് ദ ഇൻസേർട്ട് ഫംഗ്ഷൻ FX ബട്ടൺ അപ്പിയർ? അതായത് ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തൽ പ്രവർത്തനം FX ബട്ടൺ ദൃശ്യമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കാൽക്കുലേഷൻ. ഓപ്ഷൻ ബി ഡിഫൈൻഡ് നൈംസ്. ഓപ്ഷൻ സി ഫംഗ്ഷൻ ലൈബ്രറി. ഓപ്ഷൻ ഡി ഫോർമുല ഓഡിറ്റിംഗ്. ഏതാണ്? ഇൻ വിച്ച് ഗ്രൂപ്പ് ഇത് ഇൻസേർട്ട് ഫംഗ്ഷൻ FX ബട്ടൺ അപ്പിയർ? ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഫംഗ്ഷൻ ലൈബ്രറി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ മൗസ് പോയിന്റർ when it is moved to the bottom right corner of the cell? What is the shape of the mouse pointer when it is moved to the bottom right corner of the cell? അതായത് സെല്ലിന്റെ ചുവടെ വലത് കോണിലേക്ക് നീക്കുമ്പോൾ മൗസ് പോയിന്റിന്റെ ആകൃതി എന്താണ്? എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മൈനസ് സിമ്പിൾ ആണോ? ഓപ്ഷൻ ബി പ്ലസ് സിമ്പിൾ ആണോ? ഓപ്ഷൻ സി ഇൻറ്റു സിമ്പിൾ ആണോ? ഓപ്ഷൻ ഡി ഹാഷ് സിമ്പിൾ ആണോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്ലസ് സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ സീരീസ് ഓഫ് ന്യൂമറിക് ഡേറ്റ ഇൻ എ ഗ്രാഫിക്കൽ ഫോർമാറ്റ്? വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ സീരീസ് ഓഫ് ന്യൂമറിക് ഡേറ്റ ഇൻ എ ഗ്രാഫിക്കൽ ഫോർമാറ്റ്? അതായത് ഒരു ഗ്രാഫിക്കൽ ഫോർമാറ്റില് സംഖ്യാ ഡേറ്റയുടെ ശ്രേണി പ്രദർശിപ്പിക്കുന്നതിന് ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടേബിള്. ഓപ്ഷൻ ബി ചാർട്ട്. ഓപ്ഷൻ സി മാക്രോ. ഓപ്ഷൻ ഡി പിവോട്ട് ടേബിള്. ഏതാണ്? വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ സീരീസ് ഓഫ് ന്യൂമറിക് ഡേറ്റ ഇൻ എ ഗ്രാഫിക്കൽ ഫോർമാറ്റ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ചാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ചാർട്ട് ഇൻ MS Excel? അതായത് ഈ MS Excelല് ചാർട്ടിന്റെ ഉപയോഗം എന്താണ് എന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ചാർട്ട് ഇൻ MS Excel? ഓപ്ഷൻ എ ടു ക്രിയേറ്റ് എ മാക്രോ. ഓപ്ഷൻ ബി ടു സോർട്ട് ഡേറ്റ ഇൻ Excel. ഓപ്ഷൻ സി ടു ഡിസ്പ്ലേ പിവറ്റ് ടേബിള്. ഓപ്ഷൻ ഡി ടു ഡിസ്പ്ലേ ന്യൂമറിക്കൽ ഡേറ്റ ഇൻ ഗ്രാഫിക്കൽ ഫോർമാറ്റ്? ഏതാണ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ചാർട്ട് ഇൻ MS Excel? ടു ഡിസ്പ്ലേ ന്യൂമറിക്കൽ ഡേറ്റ ഇൻ ഗ്രാഫിക്കൽ ഫോർമാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ചാർട്ട് ഇൻ Excel കണക്ട്സ് ഇൻഡിവിജ്വൽ ഡേറ്റ പോയിന്റ്സ്?
വിച്ച് ടൈപ്പ് ഓഫ് ചാർട്ട് ഇൻ എക്സൽ കണക്ട്സ് ഇൻഡിവിജ്വൽ ഡേറ്റ പോയിന്റ്സ്. അതായത് എക്സലിലെ ഏത് തരം ചാർട്ട് വ്യക്തിഗത ഡേറ്റ പോയിന്റുകളെ ബന്ധിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പൈ, ഓപ്ഷൻ ബി ബാർ, ഓപ്ഷൻ സി ലൈന്, ഓപ്ഷൻ ഡി കോളം. ഏതാണ്? വിച്ച് ടൈപ്പ് ഓഫ് ചാർട്ട് ഇൻ എക്സൽ കണക്ട് ഇൻഡിവിജ്വൽ ഡേറ്റ പോയിന്റ്സ്. ഓപ്ഷൻ എ ആണ് ആൻസർ, പൈ. അടുത്ത ക്വസ്റ്റ്യൻ. The circle of pie chart represents overall data in dash. The circle of pie chart represents overall data in dash. അതായത് പൈ ചാർട്ടുകളുടെ സർക്കിൾ മൊത്തത്തിലുള്ള ഡേറ്റയെ പ്രതിനിധീകരിക്കുന്നു. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 25%, ഓപ്ഷൻ ബി 50%, ഓപ്ഷൻ സി 75%, ഓപ്ഷൻ ഡി 100%. എത്ര പെർസെന്റേജ് ആണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 100%. The circle of pie charts represents overall data in 100%. അടുത്ത ക്വസ്റ്റ്യൻ. The color combination and style of the bar can be changed by using. The color combination and style of the bar can be changed by using. അതായത് ഏത് ഉപയോഗിച്ച് ബാറിന്റെ വർണ്ണവും സംയോജന ശൈലിയും മാറ്റാനാകും. The color combination and style of the bar can be changed by using. ഏത് ഉപയോഗിച്ച? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചാർട്ട് സ്റ്റൈല്, ഓപ്ഷൻ ബി ഷേപ്പ് സ്റ്റൈല്, ഓപ്ഷൻ സി ചാർട്ട് ലേഔട്ട്, ഓപ്ഷൻ ഡി റീസെറ്റ് ടു മാച്ച് സ്റ്റൈല്. The color combination and style of the bar can be changed by using. ഓപ്ഷൻ എ ആണ് ആൻസർ, ചാർട്ട് സ്റ്റൈല്. അടുത്ത ക്വസ്റ്റ്യൻ. Appearance of the legends and value in the chart can be changed using. Appearance of the legends and value in the chart can be changed using. അതായത് ഇതിഹാസങ്ങളുടെ രൂപവും ചാർട്ടിലെ മൂല്യവും എന്തുപയോഗിച്ച് മാറ്റാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചാർട്ട് സ്റ്റൈല്, ഓപ്ഷൻ ബി ഷേപ്പ് സ്റ്റൈല്, ഓപ്ഷൻ സി ചാർട്ട് ലേഔട്ട്, ഓപ്ഷൻ ഡി റീസെറ്റ് ടു മാച്ച് സ്റ്റൈല്. ഏതാണ്? അപ്പിയറൻസ് ഓഫ് ദ ലിഗൻസ് ആൻഡ് വാല്യൂ ഇൻ ദ ചാർട്ട് ക്യാൻ ബി ചേഞ്ച്ഡ് യൂസിങ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ചാർട്ട് ലേഔട്ട് ഉപയോഗിച്ച് മാറ്റാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ചാർട്ട് ഈസ് യൂസ്ഡ് ടു ഷോ what percent a particular item represents a data series? Which chart is used to show what percent a particular item represents a data series? അതായത് ഒരു പ്രത്യേക ഇനം ഒരു ഡേറ്റാ ശ്രേണിയെ പ്രതിനിധീകരിക്കുന്ന ശതമാനം കാണിക്കാൻ ഏത് ചാർട്ട് ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പൈ, ഓപ്ഷൻ ബി ബാർ, ഓപ്ഷൻ സി ലൈൻ ഗ്രാഫ്, ഓപ്ഷൻ ഡി സ്കാറ്റർ പ്ലോട്ട്. ഏതാണ്? വിച്ച് ചാർട്ട് ഈസ് യൂസ്ഡ് ടു ഷോ വാട്ട് പെർസെന്റ് എ പർട്ടിക്കുലർ ഐറ്റം റെപ്രസെന്റ്സ് എ ഡേറ്റ സീരീസ്. ഓപ്ഷൻ എ ആണ് ആൻസർ, പൈ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ചാർട്ട് ഡസ് നോട്ട് യൂസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സിസ്? വിച്ച് ചാർട്ട് ഡസ് നോട്ട് യൂസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സിസ്? അതായത് ഏത് ചാർട്ട് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ തിരശ്ചീനവും ലംബവുമായ വെർട്ടിക്കലുമായ അക്ഷം ഉപയോഗിക്കുന്നില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പൈ, ഓപ്ഷൻ ബി ബാർ, ഓപ്ഷൻ സി ലൈൻ ഗ്രാഫ്, ഓപ്ഷൻ ഡി സ്കാറ്റർ പ്ലോട്ട്. ഏതാണ്? വിച്ച് ചാർട്ട് ഡസ് നോട്ട് യൂസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സിസ്? ഓപ്ഷൻ എ ആണ് ആൻസർ, പൈ. അടുത്ത ക്വസ്റ്റ്യൻ. The entire chart and its element is known as. The entire chart and its element is known as. അതായത് മുഴുവൻ ചാർട്ടും അതിന്റെ ഘടകവും അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്ലോട്ട് ഏരിയ, ഓപ്ഷൻ ബി ഡേറ്റാ ലേബല്, ഓപ്ഷൻ സി ചാർട്ട് ഏരിയ, ഓപ്ഷൻ ഡി ഡേറ്റാ പോയിന്റ്സ്.
The entire chart and its element is known as chart area. Option C ആണ് ആൻസർ, ചാർട്ട് ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ, which shortcut key is used to display a chart as an embedded chart? Which shortcut key is used to display a chart as an embedded chart? അതായത് ഉൾച്ചേർത്ത ചാർട്ടായി ചാർട്ടുകൾ പ്രദർശിപ്പിക്കുന്നതിന് ഏത് കുറുക്കു വഴിക്ക് ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ F1, ഓപ്ഷൻ ബി Alt plus F1, ഓപ്ഷൻ സി Control plus F1, ഓപ്ഷൻ ഡി Shift plus F1. ഏതാണ് വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ചാർട്ട്സ് ആസ് ആൻ എംബഡഡ് ചാർട്ട്? ഓപ്ഷൻ ബി ആണ് ആൻസർ, Alt plus F1. അടുത്ത ക്വസ്റ്റ്യൻ, which shortcut key is used to display a chart in separate sheet? Which shortcut key is used to display a chart in a separate sheet? അതായത് പ്രത്യേക ഷീറ്റില് ഒരു ചാർട്ട് പ്രദർശിപ്പിക്കുന്നതിന് ഏത് കുറുക്കു വഴി കീ അതായത് ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ F11, ഓപ്ഷൻ ബി Alt plus F11, ഓപ്ഷൻ സി Control plus F11, ഓപ്ഷൻ ഡി Shift plus F11. Which shortcut key is used to display a chart in separate sheet? ഓപ്ഷൻ എ ആണ് ആൻസർ, F11. അടുത്ത ക്വസ്റ്റ്യൻ, which window will be displayed on clicking the chart? Which window will be displayed on clicking the chart? അതായത് ചാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് വിൻഡോ ദൃശ്യമാകും? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചാർട്ട് ടൂള്, ഓപ്ഷൻ ബി ചാർട്ട് ലേഔട്ട്, ഓപ്ഷൻ സി ചാർട്ട് സ്റ്റൈല്, ഓപ്ഷൻ ഡി ചാർട്ട് ഓപ്ഷൻസ്. വിച്ച് വിൻഡോ വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ക്ലിക്കിംഗ് ദ ചാർട്ട്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ചാർട്ട് ടൂള്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് റിബൺ ടാബ് സോർട്ട് ആൻഡ് ഫിൽറ്റർ ബട്ടൺ അപ്പിയർ? ഏത് റിബൺ ടാബ് സോർട്ടും ഫിൽട്ടർ ബട്ടണും ദൃശ്യമാകും? ഇൻ വിച്ച് റിബൺ ടാബ് സോർട്ട് ആൻഡ് ഫിൽട്ടർ ബട്ടൺ അപ്പിയർ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വ്യൂ, ഓപ്ഷൻ ബി ഇൻസേർട്ട്, ഓപ്ഷൻ സി ഹോം, ഓപ്ഷൻ ഡി റിവ്യൂ. ഏതാണ്? ഇൻ വിച്ച് റിബൺ ടാബ് സോർട്ട് ആൻഡ് ഫിൽട്ടർ ബട്ടൺ അപ്പിയർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഹോം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്ഷൻ വിൽ ക്വിക്ക്ലി എക്സ്ട്രാക്ട് certain data from the spreadsheet? Which option will quickly extract certain data from the spreadsheet? അതായത് ഏത് ഓപ്ഷൻ സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് ചില ഡേറ്റ വേഗത്തിൽ വേർതിരിച്ചെടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സോർട്ട്, ഓപ്ഷൻ ബി ഫൈൻഡ്, ഓപ്ഷൻ സി ഫിൽറ്റർ, ഓപ്ഷൻ ഡി റീപ്ലേസ്. ഏതാണ്? വിച്ച് ഓപ്ഷൻ വിൽ ക്വിക്ക്ലി എക്സ്ട്രാക്ട് certain data from the spreadsheet? ഓപ്ഷൻ സി ആൻസർ, ഫിൽറ്റർ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.